നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി മലയോരത്തെ മസ്ജിദുകളുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും മതപ്രഭാഷണവും. ഡീസൽ വിലവർദ്ധനയെ തുടർന്ന് സംസ്ഥാനത്തെ KSRTC സർവീസുകൾ പ്രതിസന്ധി നേരിടുമ്പോൾ ഇരിട്ടി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. ഇരിട്ടി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിലേക്ക് വഴിയില്ലാത്തതാണ് ഡിപ്പോ പ്രാവർത്തികമാക്കാൻ തടസ്സം നേരിടുന്നതിന് പിന്നിലെന്ന് MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. റവന്യൂ വകുപ്പ് വഴി നൽകിയാലുടൻ ഡിപ്പോ പ്രവർത്തനം ആരംഭിക്കുമെന്നും MLA. വിശദമായ വാർത്തയിലേക്ക്. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി മലയോരത്തെ മസ്ജിദുകളുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും മതപ്രഭാഷണവും നടന്നു. മരുപ്പുറത്തിലേക്ക് സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ദിവ്യ സന്ദേശവുമായി ഇഖ്റഇന്റെ മധുര മന്ത്രജനവുമായി കടന്നുവന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന നബിദിന റാലി ഇതാ കടന്നു വരുന്നു. ആശംസകൾ അർപ്പിക്കുന്നു. നബിയെ വിളിച്ച് അനുമോദം കഥകുകളടച്ച് ഇഷ്ടത്തെ പിരിച്ചിടത്തേ. നബിയുടെ 1487 ജന്മദിനത്തിന്റെ ഭാഗമായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പേരാവൂർ മുനീറുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. മുനീറുൽ ഇസ്ലാം സഭ പ്രസിഡന്റ് M. മൂസ ഹാജി പതാക ഉയർത്തി. P. ഉസ്മാൻ, C. ഹുസൈൻ, അയ്യൂബ് ഹുസൈനി, KP റഷീദ്, അരിപ്പയിൽ മജീദ്, C. യാക്കൂബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെവടിക്കുന്ന് അൽഹിലാൽ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടത്തി. അരിപ്പയിൽ മുഹമ്മദ് ഹാജി പതാക ഉയർത്തി. ഉസ്മാൻ ഹാജി, അബ്ദുൾ അസീസ് ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുന്തോടി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടത്തി. അബ്ദുൽ ഖാദർ കാഞ്ഞിരംചോലയിൽ പതാക ഉയർത്തി. K. മുജീബ്, അസ്ലം ഫൈസി ഇർഫാനി, മുഹമ്മദ് കാസിം മൗലവി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാവുംപടി മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്രയിൽ PK അലി, PK കുട്ട്യാലി, P. മജീദ്, സയ്യിദ് ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓരോരുത്തരെന്ന് കാണൂല. ഒന്നേ കമ്പനി കോഫി അണ്ണ പേര് ചോദിച്ചിട്ടില്ല.
വിളക്കോട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും വിശ്വാസികളും സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്രയ്ക്ക് PK മൂസക്കുട്ടി ഹാജി, ഒമ്പാൻ അബ്ദുൽ ഖാദർ, അബ്ദുൾ സലാം അൻവരി, MK കുഞ്ഞാലി തുടങ്ങിയവർ നേതൃത്വം നൽകി. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി തില്ലങ്കേരി ടൗണിൽ ടാക്സി ഡ്രൈവർമാരുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ പായസം വിതരണം ചെയ്തു. നല്ലൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുൽ മദ്രസയിലെ വിദ്യാർത്ഥികൾ നടത്തിയ നബിദിന ഘോഷയാത്രയ്ക്ക് അഹമ്മദ് കുട്ടി, P അലിഹാജി, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ, ഇടയുന്ന പടവളി ഇടിമുടി പതറി, അടർകളം പതർകളം അടിമുടി പതറി, അടരതു മസിവതി ഉരുവിട്ടൽ കുതിറി, ഇടയുന്ന പടവളി അടിമുടി പതറി, അടർകളം പതർകളം അടിമുടി പതറി, അടരതു മസിവതി ഉരുവിട്ടൽ കുതിറി, ചാടുന്ന ശിവതി ചാടി മാറിന്തല്ലോ, ചാടി പോലി ഹംസ താനെ മാറിന്തല്ലോ. വള്ളിത്തോട് മഹല്ല് മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വള്ളിത്തോടിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. ദഫ്മുട്ടിന്റെയും റിലേയുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. മഹല്ല് ഖത്തീബ് PP അബ്ദുള്ളക്കുട്ടി ദാരിമി, K കുഞ്ഞിമൂസ ഹാജി, O ഹംസ ഹാജി, K മുഹമ്മദ് അലി, TP അബ്ദുള്ള, CK യാക്കൂബ്, K ഷൌക്കത്ത് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉളിയിൽ സുന്നി മജ്ലിസിന്റെ ആഭിമുഖ്യത്തിൽ ഉളിയിൽ നടന്ന നബിദിന റാലിക്ക് അഡ്വക്കേറ്റ് KP മുഹമ്മദ് സാബിർ, K ഇബ്രാഹിം മാസ്റ്റർ, ഷാഫി ഖത്തീഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. പയഞ്ചേരി മഹല്ല് ജമായത്ത് പള്ളിയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ നടന്ന നബിദിന ഘോഷയാത്രയ്ക്ക് MK നാസർ, PV അഹമ്മദ് ഹാജി, MK ഹാരിസ്, M ഫിറോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. ഡീസൽ വില വർധന മൂലം സംസ്ഥാനത്ത് KSRTC സർവീസുകൾ പ്രതിസന്ധി നേരിടുമ്പോൾ ഇരിട്ടിയിൽ അനുവദിച്ച KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ഇനി പ്രാവർത്തികമാകുമോ? ഒരു റിപ്പോർട്ട്. ഇരിട്ടി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ഉദ്ഘാടനം കഴിഞ്ഞ 2 വർഷമായിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തത് ഹൈവിഷൻ ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഇരിട്ടിയിൽ നിന്ന് KSRTC ബസ് സർവീസ് നടത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഓപ്പറേറ്റിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ LDF സർക്കാർ മലയോരത്തിന് അവസാനമായി സമ്മാനിച്ച KSRTC ഡിപ്പോയാണ് ഇപ്പോൾ അനാഥമായി കിടക്കുന്നത്. അധികൃതരുടെ ശ്രദ്ധക്കുറവ് കാരണം ഒരു ബസ് പോലും കയറാനാകാതെ കാടുമൂടി കിടക്കുകയാണ് ഈ പ്രദേശം.
2 വർഷം മുൻപ് ഉദ്ഘാടന മാമാങ്കം കെങ്കേമമാക്കാനായി 5 KSRTC ബസ്സുകൾ ഇവിടെ നിന്നും സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ഭരണമാറ്റം സംഭവിച്ചതോടുകൂടി കേവലം ഒരു ശിലാഫലകവും ആളൊഴിഞ്ഞ കെട്ടിടവുമായി കാടുമൂടിക്കിടക്കുകയാണ് ഇരിട്ടിയിലെ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ. ഇതിനിടെയാണ് ഡീസൽ വില വർധനവിനെ തുടർന്ന് പ്രതിസന്ധിയിലായ KSRTC സർവീസുകൾ നിർത്തിവച്ച് അതിജീവനത്തിനൊരുങ്ങുന്നത്. പല സർവീസുകളും നിർത്തിവച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരിട്ടിയിലെ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രാവർത്തികമാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി. ഇരിട്ടിയിൽ ആരംഭിക്കുന്ന KSRTC ഡിപ്പോയിലേക്ക് വഴിയില്ലാത്തതാണ് ഡിപ്പോയുടെ പ്രവർത്തനം പ്രാവർത്തികമാക്കാൻ തടസ്സം നേരിടുന്നതെന്നും റവന്യൂ വകുപ്പ് വഴി നൽകിയാലുടൻ ഇരിട്ടിയിലെ KSRTC ഡിപ്പോയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഇരിട്ടിയിൽ അനുവദിച്ച KSRTC ഡിപ്പോയെ സംബന്ധിച്ച് ഇരിട്ടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടനം ചെയ്യുമ്പോൾ പോലും അതിന് വഴി കിട്ടിയിട്ടില്ല. വഴിയില്ലാതെ അവിടെ ബസ് ആകാശത്തിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ. അതിന്റെ വഴിക്ക് വേണ്ടി ഞാൻ പലവട്ടം ജില്ലാ ഡെവലപ്മെന്റ് കൗൺസിൽ DDC ഉൾപ്പെടെ സംസാരിച്ചു. ഇന്നലെയും കളക്ടറെ വിളിച്ചിരുന്നു. കളക്ടർ ആ ഫയല് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് തിരുവനന്തപുരത്തേക്ക് അയച്ചത്. ഈ ആഴ്ചയിൽ ആദ്യമാണ്. നാളെ തിരുവനന്തപുരം എത്തിയാൽ ആ പരിപാടി അതിന്റെ കാര്യങ്ങൾക്ക് അനുമതി മേടിക്കാൻ ആവശ്യമായത് തുടർന്ന് ചെയ്യും. താറ്റ്യാട് മടത്തിക്കുണ്ട് കോളനിയിലെ ആദിവാസി കുടുംബത്തിന്റെ താമസം വർഷങ്ങളായി പ്ലാസ്റ്റിക് ഷീറ്റിൽ തന്നെ. കരാറുകാരന്റെ അനാസ്ഥയാണ് വൃദ്ധ ദമ്പതികൾക്കും കുടുംബത്തിനും തീരാ ദുരിതമായിരിക്കുന്നത്. മാലൂർ പഞ്ചായത്തിലെ 9ാം വാർഡ് താറ്റ്യാട് മടത്തിക്കുണ്ട് കോളനിയിലെ ചെമ്പനും ഭാര്യ നുറുങ്ങിക്കുമാണ് വെയിലിലും മഴയിലും വലിച്ചുകെട്ടിയ ടാർപോളിൻ ഷീറ്റ് തുണയാവുന്നത്. മടത്തിക്കുണ്ട് കോളനിയിലെ 3 കുടുംബങ്ങളിലുള്ള 11 പേരാണ് ഈ കുടിലിലും തൊട്ടടുത്ത കുടിലുകളിലുമായി ജീവിതം തള്ളി നീക്കുന്നത്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് IYAC പദ്ധതി പ്രകാരം കോളനിയിൽ 2 വീടുകൾ നിർമ്മിക്കുവാൻ 1,25,000 രൂപ അനുവദിച്ചിരുന്നു. വീട് നിർമ്മാണത്തിന് കരാറേറ്റെടുത്ത കരാറുകാരൻ തറയുടെ പണി പൂർത്തിയാക്കി 45,000 രൂപ വീതമുള്ള ആദ്യ ഗഡു വാങ്ങി സ്ഥലം വിട്ടു. ഈ വാർത്ത ഹൈവിഷൻ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് അധികൃതർ ഭിത്തി കെട്ടി കൈയൊഴിയുകയായിരുന്നു. വീട് പണി ഒരു 6 വർഷത്തിന് മേലെ തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ കുറേ പരാതി കൊടുത്ത് ഞങ്ങൾ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇത് വീട് പണി ചെയ്ത കോൺട്രാക്ടർ നമ്മൾ അവരോട് പോയി സംസാരിച്ചു. അവർക്ക് ഇത് വീടെടുക്കാൻ താല്പര്യമില്ല. ഞങ്ങളിപ്പോൾ ഷെഡിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ പല പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ബ്ലോക്കിൽ ഞങ്ങളെ പ്രൊമോട്ടർമാരുണ്ടാവില്ല, അവർ ഞങ്ങളെ കാര്യങ്ങൾ നോക്കുന്നവർ എല്ലാം പരാതിയെല്ലാം കൊടുത്തിട്ടുണ്ട്. അവർ വേണ്ടുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2010 പണി പൂർത്തിയാവേണ്ട വീട് കാടുകയറി കിടക്കുന്ന അവസ്ഥയിലാണ്. ഇനിയെങ്കിലും അധികൃതർ ഇവരുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തണമെന്നാണ് കോളനിക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാക്കേങ്ങാട്. ചുങ്കക്കുന്നിൽ തെരുവുനായ്ക്കൾ ആട്ടിൻകുട്ടികളെ കടിച്ചുകൊന്നു. മുക്കാലിയിൽ ജോർജിന്റെ 3 ആട്ടിൻകുട്ടികളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. ചുങ്കക്കുന്നിലെ മുക്കാലിയിൽ ജോർജിന്റെ വീടിനോട് ചേർന്നുള്ള കൂട്ടിലുണ്ടായിരുന്ന 18 ദിവസം പ്രായമായ ഒരു ആട്ടിൻകുട്ടിയെയും 4 ദിവസം പ്രായമുള്ള 2 ആട്ടിൻകുട്ടികളെയുമാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെ ആട്ടിൻകുട്ടികളുടെ കരച്ചിൽ കേട്ട ഉടമസ്ഥർ ചെന്ന് നോക്കുമ്പോഴാണ് തെരുവുനായ്ക്കൾ ആട്ടിൻകുട്ടികളെ കടിച്ചുകൊന്നതായി കണ്ടത്. കൊട്ടിയൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ്ക്കളെ കൊണ്ട് വഴി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഭാഗങ്ങളിൽ നായ്ക്കളുടെ ശല്യമുണ്ട്. ഇവിടെ ഒരു പുഴയ്ക്കക്കര ഒരു അറവുശാലയുണ്ട്. അവിടെ പുല്ലിയെത്താൻ പോയ പെണ്ണുങ്ങളെ നായ്ക്കൾ ഉപദ്രവിക്കാൻ വന്നതായിട്ട് അവർ സംഭവം നടന്നതിന് ശേഷം പറയുന്നു. ചുങ്കക്കുന്നിൽ തന്നെ പുല്ലുപറിക്കാൻ പോയ സ്ത്രീകൾക്ക് നേരെയും തെരുവുനായ്ക്കളുടെ ആക്രമണമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തെരുവുനായ്ക്കളുടെ ഉപദ്രവത്തിന് പഞ്ചായത്ത് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കേളകം. പാനൂരിനടുത്ത് കൈവേലിക്കൽ UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാഹിത് എന്ന ആദിവാസി കുട്ടി. രാഹിത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഉണ്ണി. അല്ലെങ്കിൽ ഉണ്ണിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് രാഹിത് എന്ന് പറയുന്നതിലും തെറ്റില്ല. രാഹിത് എവിടെ പോയാലും കൂട്ടിന് ഉണ്ണിയുമുണ്ട്. അത്രയും കൂട്ടാണ് ഇരുവരും തമ്മിൽ. ഇനി അഥവാ ഉണ്ണിയെ കൂടാതെ രാഹിത് പോയാൽ ഉണ്ണി കാണുന്നവരെയെല്ലാം ആക്രമിക്കും. കയ്യിൽ കിട്ടുന്നതെല്ലാം നശിപ്പിക്കും. ഭക്ഷണം കഴിക്കാതെ വീടിനു ചുറ്റും ഓടി നടന്ന് മറ്റുള്ളവരെ ശല്യം ചെയ്യും. പേരാവൂരിനടുത്ത മാലൂരിലെ ബന്ധുവീട്ടിൽ വന്നപ്പോൾ രാഹിത് ഉണ്ണിയെ ഒപ്പം കൂട്ടുകയായിരുന്നു. ഉണ്ണിയെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഉണ്ണി ഒരു മരപ്പട്ടിയാണ്. 1 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു മരപ്പട്ടി. ഇവനാണ് രാഹിത്തിന്റെ ഉറ്റ തോഴൻ.
രാഹിത്തിന്റെ ചുമലിലിരുന്നാണ് ഉണ്ണിയുടെ കറക്കം. രാഹിത്ത് എവിടെ പോകുമ്പോഴും ഒപ്പം ഉണ്ണിയും ഉണ്ടാകും. ഉണ്ണിയെ പലതവണ രാഹിത്തിന്റെ വീട്ടുകാർ ദൂരെ കൊണ്ടുപോയി ഉപേക്ഷിച്ചെങ്കിലും ഉണ്ണി തിരിച്ചു വരികയാണുണ്ടായത്. ഇവരുടെ ഈ ചങ്ങാത്തം ആരിലും അസൂയ ഉണർത്തുന്നതാണ്. രാഹിത്തിന്റെ ബന്ധുവായ ആതിരയുമായും ഉണ്ണി ഇപ്പോൾ ചങ്ങാത്തം കൂടാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ രാഹിത്തിനെ വിട്ടുകൊണ്ടുള്ള ഒരു കളിക്കും ഉണ്ണി തയ്യാറല്ല. ഇവരുടെ ഈ നിഷ്കളങ്ക സൗഹൃദത്തിനു മുൻപിൽ രാഹിത്തിന്റെ വീട്ടുകാർ പോലും തോറ്റുമടങ്ങി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഗാന്ധിഗ്രാമം പട്ടികജാതി കോളനികൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം കേരളത്തിൽ നടന്നു. പേരാവൂർ നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KJ ജോസഫ്, കൺവീനർ സാജു വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇത്തവണയും മലയോരത്തെ റോഡരികുകളിലെ മാവുകളിൽ നിന്നുള്ള മാമ്പഴം മധുരം നുകരാൻ സമീപവാസികൾക്ക് ഭാഗ്യമില്ല. ഇക്കുറിയും കണ്ണിമാങ്ങ പറിച്ചെടുക്കാൻ ലാഭക്കൊതിയന്മാരെത്തി. ഒരു കാലത്ത് മലയോര മേഖലയിലെ റോഡരികളിലെ മാവുകളിൽ നിന്ന് മാമ്പഴങ്ങൾ പഴുത്തു വീഴുന്നത് യാത്രക്കാർക്കും മറ്റും രുചിയോടെ ഭക്ഷിക്കാൻ കിട്ടുന്ന ഒരവസരമായിരുന്നു. മാവിൻ ചുവട്ടിൽ മാമ്പഴങ്ങൾ വീഴുന്നത് കാത്തിരിക്കുന്ന കുട്ടികളെയും കാണാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലാഭക്കൊതിയന്മാർ മാമ്പൂവുകൾ മൊട്ടിടുമ്പോൾ തന്നെ പിഞ്ചുമാങ്ങുകൾ ശിഖരത്തോടെ പറിച്ചെടുത്ത് വിപണിയിലെത്തിക്കാനുള്ള ഉത്സാഹമാണ് കാണിക്കുന്നത്. മട്ടന്നൂർ ഇരിട്ടി റോഡരികിലെ മാവുകളിലെ കണ്ണിമാങ്ങുകളാണ് ഇത്തരത്തിൽ പറിച്ചെടുക്കുന്നത്. പറിച്ചെടുത്ത മാങ്ങകൾ കോഴിക്കോട് പാളയം മാർക്കറ്റുകളിലാണത്രേ എത്തിക്കുക. അത് അച്ചാറ് കമ്പനികൾക്കു വേണ്ടിയാണെന്നും അറിയുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കേളകം MGM ശാലം സെക്കൻഡറി സ്കൂളിലെ 10ാം വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് പൈലി വാത്തട്ട് ഉദ്ഘാടനം ചെയ്തു. And aspirations and removes the darkness from us. And here we are aware of the tremendous responsibility. വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണ്, മാസം തന്നെയാണ്. പ്രത്യേകിച്ച് തന്റെ രക്തസാക്ഷിത്വം കൊണ്ട് ഒരു ലോക ജനതയുടെ മുഴുവൻ മനസ്സിൽ ഇടം പിടിക്കുകയും ലിജോ പി ജോസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ KK വർഗീസ്, മദർ PTA പ്രസിഡന്റ് ത്രേസ്യമ്മ താനിക്കുന്നൽ, പ്രിൻസിപ്പാൾ TV ജോണി, സാദിയ മുഹമ്മദ് സാലി തുടങ്ങിയവർ സംസാരിച്ചു. പേരാവൂർ സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യോനൂസിന്റെയും തിരുനാളിന്റെ ഭാഗമായി കൊടിയേറ്റ് കർമ്മം നടന്നു. ഫെറോന വികാരി ഫാദർ മാത്യു പാലമറ്റം കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തിരുനാൾ ഫെബ്രുവരി 2-ന് സമാപിക്കും. സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി എല്ലാ വെള്ളിയാഴ്ചയും പേരാവൂരിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നു. താൽപര്യമുള്ളവർ വെള്ളിയാഴ്ച പേരാവൂർ ICDS ഓഫീസിൽ എത്തിച്ചേരണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ BPL സമ്പൂർണ്ണ അയൽക്കൂട്ട പ്രവേശന പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. റോസ നിർവഹിച്ചു. ഭേദഗതി ചെയ്തുകൊണ്ട് ത്രിതല സംവിധാനങ്ങളിലെ സ്ത്രീകൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ
സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ പദ്ധതികൾ വേണം എന്ന് കണ്ടെത്തിക്കൊണ്ട് അന്നത്തെ LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത സഖാവ് EK നയനാരാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. കാരണം നമ്മുടെ സ്ത്രീകള് കുറച്ചും അടിമപ്പെടാതെ സ്ത്രീകള് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണമെങ്കിൽ അതിനാവശ്യമായ ഇടപെടൽ സ്ത്രീ സമൂഹത്തിൽ നിന്ന് തന്നെ വേണം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ അധികാരത്തിലേക്ക് വന്നതോടൊപ്പം തന്നെ അധികാരം മാത്രമല്ല പണവും കൊടുത്തുകൊണ്ട് ആ പണം സ്ത്രീ ശാക്തീകരണ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കണം എന്ന് നിഷ്കർഷിച്ചുകൊണ്ടാണ് തുടക്കം. ആ തുടക്കത്തിൽ നമുക്കറിയാം നാടുകളിലെ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു. അയൽക്കൂട്ടത്തിൽ ഒരുപക്ഷെ ഇരിട്ടിയിലുള്ള സരോജിനിയും ചാവശ്ശേരിയിലുള്ള റീനയും കിട്ടാൻ പ്രയാസമായിരുന്നു. ഇത് സമൂഹത്തിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ചർച്ചയിൽ അയൽക്കൂട്ടങ്ങൾ കിരൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അബ്ദുൽ റഷീദ് അധ്യക്ഷനായിരുന്നു. N. റീന, PV പ്രേമവല്ലി, CDS ചെയർപേഴ്സൺ KV അനിത, V. വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കൊട്ടിയൂർ IJM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 37ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളെല്ലാം വളരെ നന്നായി പോകുന്നു. പഠന നിലവാരത്തിൽ, കുട്ടികളുടെ അച്ചടക്കത്തിൽ, പാഠ്യേതര വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് കായിക മേഖലയിൽ, കലാസാഹിത്യ മത്സരങ്ങളിലെല്ലാം നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഈ സ്കൂളിന് സാധിക്കുന്നു. പഠന നിലവാരവും മെച്ചപ്പെട്ടതാണ്. മാനന്തവാടി രൂപതയുടെ കോർപ്പറേറ്റ് ഈ സ്കൂളിന്റെ പ്രത്യേകമായ പരിഗണനയും താല്പര്യവും എല്ലാം സഹായവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. ഫാദർ റൂബിൻ വടക്കാഞ്ചേരി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് KJ ജോസഫ്, രാജു ജോസഫ്, EJ വത്സ, ഫാദർ അഗസ്റ്റിൻ ചേമ്പാല, ഇന്ദിരാ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇരിട്ടി മൂലോത്തുംകുന്ന് കൈരാതകിരാത ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ മുതൽ 28 വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകം മാധവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്തിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഇരിട്ടിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ കലവറ നിറക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് ഈ വർഷത്തെ ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമാവുന്നത്. നേരമ്പോക്ക് റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്കാണ് അമ്മമാരുടെ നേതൃത്വത്തിലുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കുന്നത്. നാളെ വൈകുന്നേരം പ്രാദേശിക കലാപരിപാടികളാണ് നടക്കുന്നത്. മറ്റന്നാൾ രാവിലെ ജനുവരി 26-ാം തീയതി രാവിലെ സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലും മറ്റും നടക്കുന്ന ഗീതാ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ ഗീതാ സംഗമമാണ് പ്രധാനപ്പെട്ട ഒരു പരിപാടി. ആ പരിപാടിയിൽ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ ശ്രീ പെരിയച്ചൂർ സുകുമാരൻ മാസ്റ്ററുടെ ക്ലാസ് ഉൾപ്പെടെയുള്ള നാടൻപാട്ട് അവതരണം നടത്തുന്നു സൗമ്യേന്ദ്രൻ മാസ്റ്റർ പാനു. അങ്ങനെയുള്ള ഗീതാ സംഗമം എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇന്ന് രാവിലെ 26-ാം തീയതി രാവിലത്തെ ഒരു പരിപാടി. അന്ന് വൈകുന്നേരം 4 മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് ഒരു സവിശേഷമായ പരിപാടി നടക്കുന്നത് ഒരു സംവാദം. ഇരിട്ടി മൂലോത്തുംകുന്ന് കൈരാതകിരാത ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഈ മാസം 25, 26, 27, 28 തീയതികളിലായി നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകം മാധവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ വിശേഷാൽ പൂജകൾ, പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ എന്നിവ നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ച് 25-ന് വെള്ളിയാഴ്ച മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി നേരമ്പോക്ക് പരിസരത്ത് നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും 7 മണിക്ക് പ്രാദേശിക കലാപരിപാടികളും നടക്കും. 26-ന് 11 മണിക്ക് മലയോര മേഖലയിലെ ഗീതാ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഗീതാ സംഗമവും നടക്കും. ഗീതാ സംഗമത്തിന് സുകുമാരൻ പെരിയച്ചൂർ, സൗമ്യേന്ദ്രൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകും. ശനിയാഴ്ച വൈകുന്നേരം 5:30-ന് ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ആധ്യാത്മിക ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം ക്ഷേത്രം പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയുടെ അധ്യക്ഷതയിൽ
ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പടിയൂർ നാട്ടകം നാടൻ കലാവേദിയുടെ നാട്ടറിവ് പാട്ടുകളും നടക്കും. 27-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കീഴൂർ ചാവശ്ശേരി പഞ്ചായത്ത് മെമ്പർ എം സരസ്വതി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ PS മോഹനൻ കൊട്ടിയൂർ മുഖ്യപ്രഭാഷണം നടത്തും. 28-ന് തിങ്കളാഴ്ച കൈരാതി കിരാതി ക്ഷേത്ര അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോക സദസ്സും നടക്കും. തുടർന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചറുടെ പ്രഭാഷണവും നടക്കും. തുടർന്ന് രാത്രി 8:30-ന് തെന്നിന്ത്യൻ നൃത്തവേദിയിലെ മഹാവിസ്മയം പ്രശസ്ത തമിഴ് സിനിമാ നൃത്ത സംവിധായകൻ കോവൈ ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ദശാവതാരവും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് വത്സൻ തിലങ്കേരി, P കരുണാകരൻ, PV പ്രമോദ്, K ദിവാകരൻ, KK ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കൊട്ടിയൂർ ശ്രീനാരായണ LP സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ കഥ, കവിത, ഉപന്യാസം, ചിത്രരചന, ജലച്ചായം തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9446 165612 9446 974210 എന്ന നമ്പറുകളുമായി ബന്ധപ്പെടുക. പായം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ BPL സമ്പൂർണ്ണ അയൽക്കൂട്ട പ്രവേശന പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റോസ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TD സിന്ധു അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ബാബു കാറ്റാടി, N രവീന്ദ്രൻ, N അശോകൻ, VK ചാന്തുവൈദ്യർ, P പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് അയൽക്കൂട്ട പ്രഖ്യാപനവും റാലിയും നടന്നു. വള്ളിത്തോട് അക്ഷയ കേന്ദ്രത്തിൽ ആധാർ കാർഡിനായുള്ള ഫോട്ടോ എടുപ്പ് നാളെയും മറ്റന്നാളുമായി നടക്കും. ID കാർഡ്, റേഷൻ കാർഡ് എന്നിവ സഹിതം എത്തിച്ചേരണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വാണിജ്യം. പേരാവൂർ മലബാർ വെഹിക്കിൾസിന്റെ ആഭിമുഖ്യത്തിൽ ലോൺ ആൻഡ് എക്സ്ചേഞ്ച് മേള സംഘടിപ്പിച്ചു. പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മേള സംഘടിപ്പിച്ചത്. ചരമം. ഓടംതോട് മണ്ണാരത്ത് ചന്ദ്രൻപിള്ള നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ. ശാന്തമ്മയാണ് ഭാര്യ. മനോജ്, മായ, ശ്രീജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി മലയോരത്തെ മസ്ജിദുകളുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും മതപ്രഭാഷണവും. ഡീസൽ വിലവർദ്ധനയെ തുടർന്ന് സംസ്ഥാനത്തെ KSRTC സർവീസുകൾ പ്രതിസന്ധി നേരിടുമ്പോൾ ഇരിട്ടി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. ഇരിട്ടി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിലേക്ക് വഴിയില്ലാത്തതാണ് ഡിപ്പോ പ്രാവർത്തികമാക്കാൻ തടസ്സം നേരിടുന്നതിന് പിന്നിലെന്ന് MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. റവന്യൂ വകുപ്പ് വഴി നൽകിയാലുടൻ ഡിപ്പോ പ്രവർത്തനം ആരംഭിക്കുമെന്നും MLA. വാർത്തകൾ കഴിഞ്ഞു. ഹൈവിഷൻ വാർത്തകൾ വെബ്സൈറ്റിലും ലഭ്യമാണ്. ലോഗോൺ www.hivisionchannel.com. നമസ്കാരം.